നമസ്കാരം. സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും സന്തോഷം. സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ വ്യത്യസ്തനായ അതിഥികളെ തേടിയുള്ള ഇന്നത്തെ ആദ്യത്തെ യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തൊട്ടടുത്ത് ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കൊല്ലമാണ്. നമ്മുടെ കാട്ടുപുതുശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് പാരിപ്പള്ളിക്കൊക്കെ മുന്നേ കല്ലുവാതുക്കൾ കഴിഞ്ഞ് ഒരു പ്രിയപ്പെട്ട കുറച്ച് വയസ്സായ അമ്മയും കുറച്ച് മക്കളൊക്കെ താമസിക്കുന്ന സ്ഥലത്ത് ഓട്ടിൻ്റെ മണ്ടയിൽ ഇന്നലെ 2 ദിവസം കൊണ്ട് ഒരു അതിഥി ഇങ്ങനെ വളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇന്നാണ് എന്നെ വിളിക്കുന്നത്, വൈകിട്ടാണ് എന്നെ വിളിക്കുന്നത്. എനിക്ക് ഫോട്ടോ അയച്ചു തന്നു. ഫോട്ടോ അയച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനെ വളഞ്ഞൊരു അതിഥി ഇരിപ്പുണ്ട്. ഓട്ടിൻ്റെയിലാണ്. ഓട്ടിൻ്റെ മണ്ടയിൽ കയറാൻ പറ്റുമെന്ന് ഞാൻ ചോദിച്ചു. പറഞ്ഞാൽ അയ്യോ കയറാൻ പറ്റില്ല, മോനെ പഴയ വീടാണ്, എല്ലാം കൂടെ ഒടിഞ്ഞ് താഴെ വീടുമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അകത്ത് നിന്ന് എന്തെങ്കിലും ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആ വീട്ടിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ നാട്ടുകാർ അറിയാലോ, നമ്മുടെ കൊച്ചു മക്കളൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷേ ഈ വീട്ടിൽ തന്നെ 2 കൊച്ചു മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് കുരയുടെ മണ്ടയിൽ ഇരിക്കുന്നു. ഞാൻ അങ്ങോട്ട് പോയില്ല, കണ്ടില്ല. അപ്പോൾ നമ്മുടെ ചേട്ടനൊന്ന് പരിചയപ്പെട്ടതിന് ശേഷം നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം ഇത് എവിടെയാണ് എന്താണെന്ന് ചോദിക്കാം. ചേട്ടാ നമസ്തേ, സുഖമായിരിക്കുന്നല്ലോ, എന്തുണ്ട് വിശേഷം? ഇത് എവിടെയാണ് കണ്ടെന്ന് പറഞ്ഞാൽ? ഓട്ടിനകത്ത് മണ്ടയിൽ കമിഴ്ത്തിനകത്ത് എത്ര ദിവസം കൊണ്ട് കാണുന്നുണ്ട്? ഇന്നലോട്ട് അതേ ഇരിപ്പുണ്ട്, പോയിട്ടില്ല. ഇന്നും ഉണ്ട്. എന്താ നിങ്ങളെല്ലാവരും കൂടെ ഇവിടെ കൂടി നിൽക്കുന്നത്? എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടായിരുന്നു? അല്ല, ഇവിടെ എന്താ പ്രോഗ്രാം ഉണ്ടായിരുന്നോ പള്ളിയിൽ? എന്തിൻ്റെയാണ്? നബിദിനം വരുന്നുണ്ടല്ലോ, അതിൻ്റെ പ്രാക്ടീസ് അല്ലേ? അപ്പം നമുക്ക് നോക്കാം. ഓ, ഇതിനകത്തോ? കാണുന്നുണ്ടോ ടോക്സിങ്ങിൽ? നമുക്കിവിടെ കാണുന്നൊന്നുമില്ല. ഇവരെനിക്ക് ഫോട്ടോ അയച്ച സമയത്ത് ഈ മേളിൽ ഈ ഗ്യാപ്പിലായിരുന്നു എൻ്റെ വയറിരുന്നത്. താഴെ ഓട്ടിനിടെ ചെറുതായിട്ടൊരു വെള്ള പോലെ നമുക്ക് കാണാം. പക്ഷേ അത് അപ്പോൾ നമുക്ക് സമയം കളയാനില്ല. നമുക്ക് എന്തായാലും ഏണി ചാരി അത് പതുക്കെ എന്ന് വെച്ചാൽ മേളിൽ കയറി ഒന്നും ചെയ്യാം. സാധാരണ കൂരയുടെ മണ്ടയിൽ കയറ്റി നമുക്ക് എന്തെങ്കിലും ചെയ്തു. പക്ഷേ കൂരയുടെ മണ്ടയിൽ പാവം അമ്മയും 2 പെമ്മക്കളൊക്കെ താമസിക്കുന്ന ഇവിടെയാണ്. അതിൽ ഒരു പൊടിയും വെയിറ്റ് ബലമില്ല, എല്ലാം കൂടെ ഒടിഞ്ഞ് മുട്ടിപ്പോരും. അപ്പോൾ നമുക്കത് പതുക്കെ ഏണി ഇവിടെ വെച്ചിട്ട് പതുക്കെ അനക്കം കൊടുക്കാതെ പതുക്കെ താഴെ നിന്ന് എടുക്കാനേ പറ്റുള്ളൂ. ഇനി വണ്ടി കൂടെ വെള്ളോട്ട് പോകുന്നതെന്ന് അറിയില്ല. ആരെങ്കിലും ഒരാൾ നമുക്ക് പുറത്ത് നിർത്തിയിട്ട് അവിടെ ലൈറ്റ് അടിച്ച് നോക്കാൻ പറഞ്ഞു വെളിയിൽ. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം. നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് വഴിയിൽ ഇതിൻ്റെ ഈ കമത്തോണ്ട് വെളിയിൽ മേൽവശം നോക്കാൻ വേണ്ടി 2 അപ്പുറം നിർത്തുന്നു. ഒരു സൈഡിൽ ലേഡീസും ഒരു സൈഡ് ജെൻസ് 2 പേരും നിൽക്കുകയാണ്. അപ്പോൾ ഇത് നമ്മളിവിടെ അനക്കുന്ന സമയത്ത് അത് ഇറങ്ങിപ്പോയാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. 2-3 ദിവസം കൊണ്ട് ഇതിനകത്ത് ഉണ്ട്. പക്ഷേ ഇവർ കാണാത്തതുകൊണ്ടായിരിക്കാം, ഇത് ഇവിടെ സ്ഥിരം വന്ന് എലിയെ പിടിച്ച് പോകുന്നുണ്ടായിരിക്കാം. അതിനുള്ള സാധ്യത കൂടുതൽ. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. എന്തായാലും ഏണി എടുത്ത് വെച്ചൊന്ന് കയറി നോക്കട്ടെ. കാരണം വെച്ചാൽ ഇത് എത്രാണ്ട് വിജയിക്കുമെന്ന് എനിക്കറിയില്ല. ഇതുപോലെ പാമ്പിനെ പിടിക്കാൻ വേണ്ടി മേളിൽ കയറി പാമ്പിനെ പിടിച്ചതും ഇവർ ഏണി ഇട്ടിട്ട് ഓടിക്കണം. ഞാൻ പിന്നെ കഴുക്കോലി ബലം ഉണ്ടായിരുന്നില്ല, അതിൽ തൂങ്ങി നിൽക്കാൻ ഒടിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എല്ലാം കൂടെ മൂട്ടി വേണം. അവർ പാമ്പിനെ പിടിച്ച് ചേരയായിരുന്നു. പിടിച്ചതും ഇവർ ഏണി വിട്ടിട്ട് ഒറ്റ ഓട്ടം. ആദ്യമേ പറഞ്ഞാൽ വിട്ടിട്ട് ഓട്ടത്തിൽ പിടിച്ച് നിൽക്കണം. അപ്പോൾ പിടിച്ച് നിന്നു. ചേരയെ കണ്ടപ്പോൾ എൻ്റെ കയ്യിലേക്ക് കിട്ടിയത് ഒരു ഒറ്റ വിടക്കം. ഞാൻ പിന്നെ പെട്ടെന്ന് എനിക്കറിയായിരുന്നു. ഞാൻ പെട്ടെന്ന് കഴുക്കോലി തൂങ്ങിങ്ങനെ ചേര ഒരു കയ്യിൽ കഴുക്കോലി തൂങ്ങി. അപ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് തടി വെച്ചൊന്ന് ബന്ധപ്പെടുത്താൻ നോക്കട്ടെ. പ്രായമുള്ള അമ്മ കിടക്കായിരുന്നു. അങ്ങനെ കിടന്ന് രാത്രി കണ്ട് ലൈറ്റിട്ട് നോക്കിയപ്പോൾ അദ്ദേഹം അവിടെ അങ്ങനെ സുഖമായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കട്ടിലില്ല, തറയിൽ പായ വിരിച്ച് കിടക്കുന്ന അമ്മയാണ്. അപ്പോൾ പായ വിരിച്ച് കിടക്കുന്നപ്പോൾ ഇങ്ങനെ കണ്ടത്. പിന്നെ കുട്ടികളുണ്ടായിരുന്നു, ലേഡീസ് ഉണ്ട്. അപ്പോൾ നമ്മളത് സമയം കളയുന്നില്ല. നമ്മുടെ ഒരു ധീരനായ ചേട്ടൻ പറഞ്ഞു എൻ്റെ ഏണി പിടിച്ചുകൊണ്ടിരിക്കാൻ കമ്പൊന്നും വെക്കേണ്ടെന്ന്. ചേട്ടാ കയറി വാ സാറേ, ഞാൻ ടോർച്ച് കൊണ്ടു തരാമോ? ഇതാ ഇത് നല്ല വെട്ടമുണ്ട് ചേട്ടാ ഇവിടെ നിന്നിട്ട് ഇത് ചവിട്ടി പിടിച്ചോ, ഇവിടെ കാല് വെച്ചിട്ട്. ഓക്കെ, വേറെ ടോർച്ച് വേണ്ട, ഇത് ഈ ടോർച്ച് മതി. ചേട്ടാ അത് മാറ്റിക്കോ. മാറിക്കൊണ്ടിരിക്കുന്നു, നോക്കിക്കൊള്ളണം കേട്ടോ. താഴേക്കാണ് മാറുന്നത് കേട്ടോ.
ഇതാ ഇവിടെ ഇതാണ്ടോ അതായിരിക്കും ഇതാ പോന്നു ഇതാ ഇവിടെ വന്നു കണ്ടോ ഇതാ ഇവിടെ വന്നു കണ്ടോ ഇതാണ്ടോ അതാ ഇവിടെ വന്നു നോക്കിക്കോളണം കേട്ടോ ഇതായിരിക്കും ഇതാ വന്നു കണ്ടോ ഇതാണ്ടോ കയ്യിൽ കിട്ടിയിട്ടുണ്ട് പക്ഷേ കിട്ടി ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഇരുട്ടത്തേക്കാനുള്ള പരിപാടിയാണോ അപ്പോൾ നമുക്കിവിടെ ഇതാണ്ടോ നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട് കാട്ടുപാമ്പ് വയറ്റിൽ എലിയെ ഫുഡായിട്ട് അറിയില്ല എലിയെ അറിയില്ല നമ്മൾ പണ്ടുള്ളവർ പറഞ്ഞിട്ടുണ്ട് എന്താണെന്നറിയാം പാലക്കാട് നെല്ലുണ്ടെങ്കിൽ കുട്ടനാട്ടിൽ നിന്ന് എലി വരുന്നു എന്ത് പഴഞ്ചൊല്ലുണ്ടല്ലോ അതുപോലെ നമുക്കിത് വലിച്ചു പിടിച്ചെടുക്കാൻ പറ്റില്ല കാരണം വെച്ചാൽ ഒന്ന് ഫുഡ് എടുത്തിരിക്കുന്നു രണ്ടാമത് ഈ ഓട്ടിനിടയിലൊക്കെ എവിടെയൊക്കെ കുരുങ്ങി ഇരിപ്പുണ്ട് തല കണ്ടതാ എലിയുടെ കൂടാണ് നമ്മളിപ്പോൾ എടുത്ത് കളഞ്ഞത് കണ്ടോ എലിയെ പിടിച്ചിരിക്കുമ്പോൾ കണ്ടോ ഈ സൈസ് കണ്ടോ നല്ല സൈസ് വലിയ സൈസ് അപ്പോൾ ഒരു വെച്ച് വേറെ അപ്പോൾ ഈ ശങ്കുവരൻ എന്നൊക്കെയാണ് നമ്മളെ ചേട്ടൻ പറഞ്ഞു ശങ്കുവരനായിരിക്കും എന്ന് പറഞ്ഞു ശങ്കുവരനൊന്നുമല്ല ശങ്കുവരൻ മേളിൽ കയറത്തില്ല ശങ്കുവരൻ സാറിന് താഴെ സഞ്ചാരിയാണ് കണ്ടോ കാട്ടുപാമ്പ് വെനമസ് അല്ല കാട്ടുപാമ്പ് വെനമസ് അല്ലതാ കാട്ടുപാമ്പ് നമ്മളെ പ്രേക്ഷകർ ഒരുപാട് കാട്ടുപാമ്പിനെ പരിചയപ്പെട്ടിട്ടുള്ളതാണ് ഒരുപാട് കാട്ടുപാമ്പിനെ നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് ഈ അയ വഴി മരത്തിൻ്റെ മണ്ടയിൽ കൂടെയൊക്കെ വരുന്നൊരു സാധനമാണ് മരം വഴിയൊക്കെ അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ ഇവിടെ വന്നപ്പോൾ നമ്മുടെ സാറ് പറയുന്നുണ്ടായിരുന്നു പുറത്തെ പറമ്പൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കാൻ പറഞ്ഞത് ഒരിക്കലും പറമ്പ് വൃത്തിയാക്കാൻ പറയരുത് കാരണം വെച്ചാൽ പറമ്പ് കാട് കയറി കിടക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഈ പാമ്പുകളുടെ സാന്നിധ്യം കുറയുന്നത് ഇപ്പോൾ ഇവർ അടുത്ത പറമ്പുകളൊക്കെ വെട്ടി വൃത്തിയാക്കി ഇവയെല്ലാം ഇങ്ങനെ വരും ഇവിടെ എലി കൂടി വയ്ക്കും എലിയെ പിടിക്കാനായിട്ട് കാട്ടുപാമ്പ് മാത്രമല്ല ചേര കയറി വരും അതുപോലെ മൂർഖൻ അപ്പോൾ നമുക്ക് പണി തീർന്നില്ല മേളിലൊരു ഓടിട്ട് കൊടുക്കേണ്ട അമ്മയുടെ അതോടൊപ്പം നമുക്ക് ഒരുപാട് കുട്ടികൾ കൊച്ചു കുട്ടികളും വലിയവരൊക്കെ ഇവിടെ വിടുന്ന പോലെ പുറത്ത് നിൽക്കണം അവർക്കൊന്ന് കാണിക്കും കാരണം വേറെ കൊണ്ട് ഇവരൊക്കെ പറയുന്നത് വെച്ചാൽ ഇത് ശംഖുവരേനാണോ ഇത് കരിവെടലയാണോ കരിവാലിയാണോ എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് പുറത്ത് പോയി നിൽക്കുന്നവർക്കൊന്ന് കണ്ട് അവർക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം അറിയാമല്ലോ ഇതിപ്പോൾ നമുക്ക് ഇത്രയും ആളിവിടെ ഉണ്ട് ഇത്രയും ആളുണ്ട് കുറേ ലേഡീസെല്ലാം ഒളിച്ചിരിക്കണം കാരണം അവർക്ക് എന്താ പറയുക അവർക്ക് നാണമാണ് ഭയങ്കര നാണം വന്നു അപ്പോൾ എല്ലാവരും അങ്ങ് മാറിയിരിക്കുന്നു അപ്പോൾ നമ്മൾ കണ്ടുമല്ലോ ഇവർ ഇനി ഈ വീഡിയോ കാണുന്ന ഈ വീടിൻ്റെ പരിസരത്തുള്ളവർ എപ്പോഴും ഓർക്കണം ഇങ്ങനെ ഈ ശരീരത്തിൽ ചെറിയ തല ത്രികോണാരി തല ദേഹത്ത് കാപ്പിപ്പൊടി കളറ് ദേഹത്ത് ഈ വര കണ്ടോ ഈ വര പകുതി വര ഈ പകുതി വര വാലിൻ്റെ അങ്ങോട്ട് വരയില്ല ഇത് കണ്ടാൽ നിങ്ങൾ ഒരു കാരണവശാലും ഭയപ്പെടേണ്ടതില്ല വീട്ടിൻ്റെ മച്ചിൻ്റെ മുകളിൽ ഇരുന്നോട്ടെ മരത്തിൻ്റെ മണ്ടയിൽ ഇരുന്നോട്ടെ അടുക്കളയിൽ ഇരുന്നോട്ടെ എവിടെ വേണോ ഇരുന്നോട്ടെ ഒരു പേടിയും വേണ്ട ചേരയുടെ ഫാമിലിയെന്നോ അല്ലെങ്കിൽ ചേരയുടെ കുടുംബക്കാരനെന്നോ ചേരയുടെ അടുത്ത ആളെന്നോ വേണമെങ്കിലും പറയുന്നതെന്നറിയാം എലിയെ പിടുത്തം എലി എവിടെയുണ്ടോ ഏത് മരത്തിൻ്റെ മണ്ടയിൽ എലിയുണ്ടോ അവിടെ കയറി എലിയെ പിടിക്കുന്നൊരത് അപ്പോൾ നമ്മൾ കണ്ടല്ലോ ഇവിടെ നിൽക്കുന്നവരൊന്നും ഓർക്കണം ഇവിടെ ധാരാളമുള്ളൊരു പാമ്പാണ് ഇത് കാട്ടുപാമ്പ് ട്രിങ്കറ്റ് സ്നേക്ക് വെനമില്ല വാലിൻ്റെ അവിടെ വരയില്ല ശരീരത്തിൻ്റെ പകുതി മുതൽ വാലിൻ്റെ അങ്ങോട്ട് വരയില്ലാത്ത ഒരു പാമ്പും വെനമസല്ല നമുക്ക് കീൽ ബാക്ക് എന്ന് പറയുന്ന നീർക്കോലിയുടെ ഫാമിലിയിൽപ്പെട്ട തെയ്യം പാമ്പ് വെനമസല്ല ഇത് കാട്ടുപാമ്പിൻ്റെ വാലറ്റം വരെ ഒരിക്കലും വര ഉണ്ടാകത്തില്ല ഇത് വെനമസല്ല കണ്ടോ കാട്ടുപാമ്പ് എന്നറിയപ്പെടുന്ന ട്രിങ്കറ്റാണ് വൈറ്റിൻ്റെ അടിയേണ്ടത് ഇങ്ങനെ തോന്നും പണ്ടാൽ ഈ വര കണ്ടോ ഈ ചെറിയ തല ഇത് ഫീമെയിൽ പെണ്ണാണ് അതിന് ചെറിയ തല കണ്ടോ ഇത് ഫീമെയിലാണ് ഇതിൻ്റെ ഈ വര നമുക്ക് കാപ്പിപ്പൊടിയും വെള്ളയും മഞ്ഞയും കൂടെ കാണാം ചില വെള്ള ഒരു സ്ഥലത്ത് ലൈറ്റ് മഞ്ഞ ഒരു സ്ഥലത്ത് കറുപ്പ് കാപ്പിപ്പൊടി ഇത്രയും കളർ 4 കളർ അടങ്ങുന്നതാണ് ഇതിൻ്റെ കളർ പക്ഷേ വൈറ്റിൻ്റെ അടിയിൽ 2 കളർ മിക്സാണ് കണ്ടോ വാലിൻ്റെ അടിയിൽ വരയില്ല കണ്ടോ ഇതാണ് വാലിനോട്ട് വരയില്ല 2 സൈഡിൽ പെട്ടെന്ന് പറയുമ്പോൾ 2 സൈഡിൽ ഒരു കറുത്ത ലൈൻ ഉണ്ടോ വാലിനോട്ട് കണ്ടോ ഇത് കണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് തന്നെ ഉപദ്രവിക്കേണ്ടായിരുന്നില്ല അത് പോട്ടെ കാരണം എലി എവിടെയുണ്ടോ അവിടെ കയറി എലിയെ പിടിക്കുന്നൊരു വിനോദമാണ് ഇദ്ദേഹത്തിൽ കണ്ടുവരുന്നത് പിന്നെ കടിക്കാം നന്നായിട്ട് കടിച്ചെന്ന് പറഞ്ഞാൽ ഒരു TTയുടെ പോലും ആവശ്യം വരുന്നില്ല അത്രയ്ക്ക് വെനമില്ലാത്ത നോൺ വെനമസായ അതിയാണ് അപ്പോൾ നമ്മൾ ഈ എലിയൊക്കെ കഴിക്കുന്നതുകൊണ്ട് നമ്മൾ TTയൊക്കെ കാരണം എലിയൊക്കെ കഴിക്കുന്നത് ചിലപ്പോൾ ഇതിൻ്റെ വായിക്കകത്തൊക്കെ ചിലപ്പോൾ അണുക്കളുണ്ടാവാം അപ്പോൾ നമ്മൾ കടിക്കുമ്പോൾ നമ്മുടെ ബ്ലഡിലേക്ക് അത് വരാം പിന്നീട് നമുക്ക് അലർജിയൊക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് കഴുകുക നമുക്ക് ഇതുണ്ട് തല ചെറുത് ചുണ്ട് കൂർത്തിരിക്കുന്നു തലയുടെ മുതൽ വര ഇങ്ങോട്ട് വര ഇതുവരെ വരയുള്ളൂ അത് കഴിഞ്ഞാൽ വാലിൻ്റെ അങ്ങോട്ട് വരയില്ല അപ്പോൾ കാട്ടുപാമ്പാണ് ചേരുടെ ഫാമിലിയാണ് ഒരു കാരണവശാലും ടെൻഷൻ ഇവിടെയൊക്കെ ധാരാളം ഈ അതിഥി ഇതേ ഉള്ളതാണ് പിന്നെ ഇവിടെയൊക്കെ ധാരാളം ഇദ്ദേഹത്തിന് രക്ഷപ്പെട്ടു പോകുന്ന നമ്മുടെ കമിഴ്ത്ത്
ഷീറ്റിൻ്റെ കമിഴ്ത്തിനൊക്കെയാണ് ഇവൻ്റെ താവളം. അപ്പോൾ അവിടെ കയറി മറ്റേ മൂർഖനോ അല്ലെങ്കിൽ മയിലിനോ അല്ലെങ്കിൽ അങ്ങനത്തെ ജീവിയൊക്കെ പിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവൻ അത് ഷെൽട്ടറാക്കി അവനെ ഉപദ്രവിക്കുന്നത് മനുഷ്യനായിട്ട് നല്ല മിങ്കിൾ ചെയ്ത് ജീവിക്കുന്ന ഒരു അതിഥി കൂടിയാണ് ഇദ്ദേഹം. കാരണം മനുഷ്യന് അവന് ഭയമില്ല. അവൻ മനുഷ്യൻ ഉണ്ടെങ്കിൽ നോക്കി നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ മുന്നിൽ കൂടെ ഇങ്ങനെ പതുക്കെ ചോരോട് ചേർന്ന് എറിഞ്ഞ് മരത്തിൽ കൂടെയൊക്കെ പോയി വാഴ നമ്മൾ അയ കെട്ടിക്കണം, അയയിൽ കൂടെയൊക്കെ പോയി പയർ വളർത്തിയിട്ട് പയറിൽ കൂടെ പടവലം പാവലൊക്കെ പടത്തുമ്പോൾ അതിൽ കൂടെയൊക്കെ പടന്ന് കയറി ഇഴഞ്ഞ് കയറി ചുറ്റിക്കയറി നമ്മുടെ വീട്ടിൻ്റെ മണ്ടയിലേക്ക് വരുന്ന ഒരിനം അതിഥിയാണ് കാട്ടുപാമ്പ് എന്നറിയപ്പെടുന്ന ട്രിങ്കറ്റ്. വെനമില്ല, ചേരയെപ്പോലെ നല്ല നീളം വെക്കുന്നു. ഇതിപ്പോൾ അത്ര നീളമില്ല, ഇതിപ്പോൾ ഏകദേശം 1 മീറ്ററിലേറെ, 1 മീറ്ററിൽ കൂടുതൽ നീളമുണ്ട്. കണ്ടല്ലോ, വെനമസാണ്. ഇപ്പോൾ ഇതിപ്പോൾ കക്കും. ഇതിപ്പോൾ ഈ എലിയെ കുറച്ച് കഴിയുമ്പോൾ കക്കിക്കളയാൻ സാധ്യത കൂടുതൽ. ഇപ്പോൾ കക്കാതിരിക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ഒമറ്റിയാതിരിക്കാൻ വേണ്ടി അവിടെ തന്നെ ഇരുന്നത്, വയറ് വീർത്തു. അപ്പോൾ ഇനി അഴുകി 1-2 പ്രാവശ്യം ഇപ്പോൾ മോശം പോയി. ഉണ്ടല്ലോ, ഇതിപ്പോൾ മോശം പോയി തുടങ്ങി. ഇനിയിപ്പോൾ അത് അടുത്ത് മൂവ് ചെയ്യാമെന്നോ. അപ്പോൾ അറിയില്ല, നമ്മൾ ഇദ്ദേഹത്തിൻ്റെ മാറ്റിങ് സമയത്ത് ഇണ ചേരുന്ന സമയത്ത് എനിക്ക് നമ്മളെ ആര്യനാട് അടുത്തൊരു വീട്ടിൽ, അതായത് നമ്മുടെ പേരൂക്കട ജംഗ്ഷനിൽ ഗുരുദേവൻ എന്ന് പറഞ്ഞൊരു ഫാസ്റ്റ് ഫുഡ്, ആ ഫാസ്റ്റ് ഫുഡിൽ ആളുണ്ട്. 10-15 വർഷങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം തന്നെ രാത്രി 1 മണിക്ക് വിളിക്കുന്നു, ചേട്ടാ എൻ്റെ വീടിൻ്റെ മണ്ടയിൽ പാമ്പെന്ന് വിളിക്കുന്നു. ഞാൻ ചെല്ലുന്നു, കമിഴ്ത്തോട്ട് ഇളക്കി നോക്കുന്നു. ഇതുപോലത്തെ 5 പേര് ഒരേ സ്ഥലത്ത്, ഒരു കമിഴ്ത്തിനകത്ത് ഇതുപോലത്തെ 5 പേരെ കിട്ടിയിട്ടുണ്ട്, 4 പേരെ കിട്ടിയിട്ടുണ്ട്, 3 പേരെ കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരാളല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ അമ്മ, അപ്പോൾ ഇവിടുത്തെ അമ്മ വിചാരിക്കും ഇനി ബാക്കി ഉണ്ടാവുമെന്നിരിക്കും. ബാക്കിയൊന്നുമില്ല, തല തൊട്ട് വാല് വരെ ഇതിൽ തന്നെ ഉണ്ട്, ഇതിൽ ബാലൻസ് ഒന്നുമില്ല, ഫുള്ള് ഇതിൽ തന്നെ ഉണ്ട്. അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് അറിയാമല്ലോ, ഇതുണ്ടല്ലോ, ഇതിനെ ഫുഡ് ആക്കുന്നത് ചേര ഇതിനെ തിന്നാറുണ്ട്, ചേര ഇതിനെ പിടിക്കാറുണ്ട്, മൂർഖൻ ഇതിനെ പിടിക്കാറുണ്ട്. ഇത് സാധുവായതുകൊണ്ട് എല്ലാ പാമ്പ് വർഗ്ഗങ്ങളും ഇവനെ ഭക്ഷിക്കാറുണ്ട്. പിന്നെ കീരിയുടെ കയ്യിൽ കിട്ടിയ കീരി അറിയില്ല, അപ്പോൾ തന്നെ കടിച്ച് കഷ്ണങ്ങളാക്കി തിന്നുന്നൊരു സാധനമാണ് കാട്ടുപാമ്പ്. പിന്നെ മയിൽ അറിയാമല്ലോ, മയിൽ വീട്ടിൻ്റെ മണ്ടയിലൊക്കെ മയിലിരുന്നാൽ മയിലിൻ്റെ മുന്നിലൊക്കെ പോയി ഇവിടെ അപ്പോഴും മയിൽ കൊത്തി കഴിക്കുന്നൊരു സാധു ജീവി കൂടിയാണ് ഈ കാട്ടുപാമ്പുകൾ. നന്നായിട്ട് കടിക്കും, 8 പോലെ മടങ്ങി. ഇതിപ്പം വയറ്റിൽ ഫുഡ് കിടക്കുന്നതുകൊണ്ടായിരിക്കാം അവർ മടങ്ങും. അതില്ലെങ്കിൽ 8 പോലെ ഇങ്ങനെ മടങ്ങി വായി തുറന്ന് കടി 8 പോലെ ഇങ്ങനെ പെട്ടെന്ന് ഇത് കണ്ടിട്ട് ഇതിങ്ങനെ കടിക്കാണ്ട് ഇങ്ങനെ മടങ്ങിയിരിക്കുന്ന കണ്ടിട്ട് പലരും പണ്ടത് അണലിയാണെന്ന്. അണലിയൊന്നുമല്ല, അണലിക്ക് ഇങ്ങനത്തെ പാറ്റേൺ അല്ല. അണലിയുടെ ദേഹത്ത് ഡൈസ്, തല മുതൽ തലയിൽ ഇവിടം തുടങ്ങുന്ന ഡൈസ് വരെ ഇങ്ങനെ വാലറ്റം വരെ ഒരേപോലെ നടുവിലൂടെ പോകുന്നതാണ് അണലി. ഇത് ഓർത്ത് വെക്കാൻ നോക്കിയാൽ കാട്ടുപാമ്പ്, ട്രിങ്കറ്റ് സ്നേക്ക്. ഇതിനെ നമ്മൾ ഒരുപാട് ഓമനപ്പേരുകൾ, വെനമില്ലാത്ത അത് കണ്ട വീട്ടിൻ്റെ കഴുക്കോലിലൊക്കെ വാല് ചുറ്റിയിട്ട് അടുത്ത സ്ഥലത്തേക്ക് എത്തിപ്പോകുന്ന ഒരു മരത്തിൻ്റെ ഈ അയയിൽ കൂടെ ഇങ്ങനെ ഇത് വയറിൽ ഇപ്പം ഫുഡ് കിടക്കുന്നുണ്ട്, മിക്കവാറും പോകാൻ സാധ്യതയില്ല. ഈ അയയിൽ കൂടെ ഇങ്ങനെ ഫുഡ് ഇല്ലെങ്കിൽ അതിങ്ങനെ ഇഴഞ്ഞ് ഇതിൽ കൂടെ ചുറ്റി ഇങ്ങനെ പോയി. ഇതിപ്പോൾ വയറ്റിൽ ഫുഡ് കിടക്കുന്നുണ്ട്, പോകാനായിട്ട് സാധ്യതയില്ല. വയറ്റിൽ ഫുഡ് കിടക്കുന്നത് ബാലൻസ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ അവൻ കൃത്യമായിട്ട് ഈ അയയിൽ കൂടെയൊക്കെ ചുറ്റി ഇങ്ങനെ ചെയ്യണം. ഇതിനൊക്കെ ഇങ്ങനെ ചുറ്റി അടുത്ത വീട്ടിൻ്റെ മണ്ടയിലേക്ക് പോയി. ഈ പേര നിൽക്കുന്നു, പേരയുടെ മണ്ടയിൽ കൂടെ പോകും. വാഴയുടെ മണ്ട, ഈ പേരയിൽ കൂടെ ഈസി ആയിട്ട് ആ കൂരയിൽ പോകാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ വാഴയുടെ കൈ മണ്ടയിലേക്ക് പടന്ന് കിടപ്പുണ്ട്, അടുത്ത മാവിൻ്റെ പടപ്പുണ്ട്, അപ്പുറത്ത് ബാക്കിലെ മരങ്ങൾ വള്ളി പടന്നുണ്ട്. അപ്പോൾ ഇതുവഴിയൊക്കെ ഇദ്ദേഹം നമ്മുടെ വീട്ടിലേക്ക്, അപ്പോൾ നമ്മൾ തന്നെയാണ് ഇവർ നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നത്. അപ്പോൾ നമ്മളവനെ കുറ്റം പറഞ്ഞിട്ടോ വിഷമിച്ചിട്ടോ ദേഷ്യപ്പെട്ടിട്ടോ ഒന്നും കാര്യമില്ല. അവർ വരുന്നത് ഫുഡ് തേടി എലിയെ പിടിക്കാൻ വേണ്ടി മാത്രമാണ് വരുന്നത്. ഒരിക്കലും നമ്മളെ സുഖം അന്വേഷിക്കാനും നമ്മളെ കടിക്കാനൊന്നും വരുന്നതല്ല. അപ്പോൾ നമ്മൾ അഥവാ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇദ്ദേഹത്തിൻ്റെ കടി കിട്ടുകയാണെങ്കിൽ, ഈ ഫാമിലിയുടെ കടി കിട്ടുകയാണെങ്കിൽ നന്നായിട്ട് സോപ്പിട്ടാൽ മുഴുവൻ നന്നായിട്ട് കഴുകി കളയുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അന്നോ പിറ്റന്നോ 24 മണിക്കൂറിനകത്ത് 24 മണിക്കൂറിന് മുന്നേ പോയി ടെറ്റനസിന് ഇഞ്ചക്ഷൻ മാത്രം എടുത്താൽ അത് പേടിച്ച് നിങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇദ്ദേഹത്തിൻ്റെ കടി ഇതിപ്പോൾ വെനമില്ലെങ്കിൽ പോലും നിങ്ങൾ കടിച്ച് ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടർമാർ പറയുന്നത് നമുക്ക് അങ്ങനെ നിങ്ങളെ വിടാൻ പറ്റില്ല, ഡീറ്റെയിൽസ് വിടാൻ പറ്റില്ല. നിങ്ങൾ ഒബ്സർവേഷൻ 24 മണിക്കൂർ ഒബ്സർവേഷൻ കഴിഞ്ഞ് വിടാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിൻ്റെ ആവശ്യമില്ല. ഇതാണ് കടിയേറ്റാൽ നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് സോപ്പിട്ട് കഴിയും. പക്ഷേ ഇതായിരിക്കണം. പക്ഷേ വല്ല മൂർഖൻ പാമ്പിൻ്റെ കടിയും വാങ്ങിച്ചിട്ട് തേടി പോകുമ്പോൾ ഇതിനെ കണ്ടിട്ട് വാവാ ചുരേച്ച് പറഞ്ഞു ഇത് ഒന്ന് കടിച്ചാൽ കുഴപ്പമില്ലെന്നുണ്ടല്ല. പാമ്പ് ഏതാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ചേരയുടെ കടിയേറ്റാൽ കുഴപ്പമില്ല, പെരുമ്പാമ്പിൻ്റെ കടിയേറ്റാൽ കുഴപ്പമില്ല, വില്ലൂന്നിയുടെ കടിയേറ്റാൽ കുഴപ്പമില്ല, കാട്ടുപാമ്പിൻ്റെ കടിയേറ്റാൽ കുഴപ്പമില്ല, ചുവർപ്പാമ്പിൻ്റെ കടിയേറ്റാൽ കുഴപ്പമില്ല, ഇങ്ങനെ നാഗത്തൻ പാമ്പിൻ്റെ കടിയേറ്റാൽ കുഴപ്പമില്ല, പച്ചിലപ്പാമ്പിൻ്റെ കടിയേറ്റാൽ കുഴപ്പമില്ല. ഇതൊന്നും വെനമസ് അല്ല, നോൺ വെനമസ് ആണ്. പക്ഷേ പെരുമ്പാമ്പ് എന്ന് പറയുമ്പോൾ 300ഓളം പല്ലുകളുണ്ട്. കടിക്കുമ്പോൾ മാംസത്തിലെ കടി കിട്ടിയാൽ നല്ല മാംസമുള്ള സ്ഥലത്തിന് പെട്ടെന്ന് മാംസം ഇങ്ങനെ പറഞ്ഞു പോരും. മാംസം നല്ല ആഴത്തിൽ മുറിവുണ്ടാകും. ഇവിടുത്തെ ഫ്രണ്ടിലത്തെ മേളത്തെ പല്ലെന്ന് നല്ല ഉറച്ച പല്ലാണ്. അപ്പോൾ കടി എടുക്കുമ്പോൾ അവിടുന്ന് മാംസം പറഞ്ഞു. അപ്പോൾ അത് ഒരു കാരണവശാലും അങ്ങനെ വെനം കൊണ്ട് പറഞ്ഞപ്പോൾ വെനമില്ലാത്തത്. പിന്നെ വാലിൻ്റെ അവിടെ 2 കൊമ്പുണ്ട്, 2 ഇതുണ്ടെന്നൊക്കെ പറയുന്നതെല്ലാം അത് ഒരിക്കലും അത് നമ്മളെ ഉപദ്രവിക്കില്ല. നമ്മുടെ ദേഹത്ത് കൊണ്ടുകഴിഞ്ഞാൽ നമുക്ക് പഴുക്കുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എന്തായാലും അതേ കണ്ടില്ല, ഈ വയറ്റിൽ ഫുഡ് കിടക്കുന്നതുകൊണ്ടാണ് അത് ഇങ്ങനെ സൈലൻ്റായിട്ടിരിക്കുന്നത്. പാവം ഇന്നും കൂടി കഴിഞ്ഞ് ചിലപ്പോൾ നാളെയൊക്കെ ആയിരുന്നെങ്കിൽ രാവിലെ മിക്കവാറും നാളെ വൈകിട്ടൊക്കെ ഉച്ചയ്ക്ക് മുന്നേയൊക്കെ അത് ഒരു പകുതിയെങ്കിലും ഡൈജസ്റ്റ് ആയെങ്കിൽ പോയേനെ. അപ്പോൾ നമുക്കറിയാം ഇതിപ്പോൾ എത്രയൊക്കെ നമ്മൾ സൈലൻ്റായിട്ട് ശ്രമിച്ചാൽ ഇപ്പോൾ വളരെ സ്മൂത്തായിട്ട് കാര്യം ചെയ്യലും ഫുഡ് കഴിച്ച് കിടക്കുന്ന ഏത് പാമ്പ് വർഗ്ഗങ്ങളും ആ ഫുഡ് ഒമക്റ്റ് ചെയ്യും.
നമ്മളെ ഓർമ്മയിൽ നമ്മൾ മഹാരാഷ്ട്രയിൽ ഇതുപോലൊരു കാട്ടുപാമ്പിനെ കണ്ടു വിളിച്ച് നമ്മൾ തടി മാറ്റി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ക്യാമറ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ ജോലി എന്താണെന്ന് അറിയാം. നമ്മളെല്ലാം തടിയൊക്കെ മാറ്റി അവൻ വിശാലമായിട്ട് നമ്മളെ കാണുന്നില്ല. ആ എലിക്കുഞ്ഞുങ്ങൾ അത്രയും തട്ടിക്കൊണ്ടിരിക്കും. നമ്മൾ കറക്റ്റ് അത് എപ്പിസോഡാക്കി നമ്മൾ പ്രേക്ഷകർ മഹാരാഷ്ട്രയിൽ നമ്മുടെ പ്രേക്ഷക മുന്നിൽ എത്തിച്ചു. നമ്മൾ തടി പാമ്പ് കയറി പോകണ അവർ വിളിക്കുന്നത്. അവിടുത്തെ ഇപ്പോൾ ക്യാച്ചിനോടൊപ്പം നമ്മളുണ്ടായിരുന്നു. നമ്മളെ തടിയൊക്കെ മാറ്റിയപ്പോൾ നമ്മൾ പാമ്പിനെ കാണുന്നു. നോക്കിയാൽ പാമ്പ് നമ്മളെന്ന് കാണാം വിശാലമായിട്ട് ഓരോ എലിക്കുഞ്ഞുങ്ങളായിട്ട് ഇങ്ങനെ തട്ടി അകത്തേക്ക് ആയിക്കൊണ്ടിരിക്കുന്നു. അവസാനത്ത് ഒരെണ്ണത്തിന് കിട്ടും. അതിനെ ഞാൻ പതുക്കെ രക്ഷിച്ചങ്ങ് കിട്ടും എന്നുള്ള പാവമല്ലേ, എല്ലാത്തിനും കൂടെ കൊല്ലണ്ടെന്ന് വെച്ച്. അപ്പോൾ നമ്മളെന്തായാലും കണ്ടല്ലോ, കാട്ടുപാമ്പാണ്, പാവം സാധു. പാമ്പുകളെല്ലാം സാധുവാണ്. മനുഷ്യൻ്റെ അത്രയും അപകടകാരിയായ ഒരു ഭൂമിയിൽ ഒരു സാധനം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളൊന്നുമല്ല ഞാൻ. എന്നാലും സമയം കളയുന്നില്ല. നമുക്ക് സാറേ ബോട്ടിലേക്ക് തരാമോ സാറേ? അതവിടെ ഇരുന്നുണ്ടല്ലോ, ചെറിയ ഓട്ടിൻ്റെ പീസിൻ്റെ ഇടയ്ക്ക് ചുരുണ്ടങ്ങ് ഇരുന്നു എന്നുള്ളത്. അങ്ങനെ അങ്ങ് ഇരിക്കും, ദഹിക്കുന്നവർ അങ്ങനെ അങ്ങ് ഇരിക്കും. പിന്നെ അപ്പോഴപ്പോഴും ഒന്ന് മൂവ് ചെയ്യും. ശകലം താപ്പോട്ട് പോവും, ശകലം മേപ്പോട്ട് വരും. അപ്പോൾ എന്തായാലും നമ്മൾ കണ്ടു. നമ്മുടെ പ്രേക്ഷകർക്ക് ഈ അടുത്ത കാലത്ത് കുറച്ച് നാളായെന്ന് പറഞ്ഞു നമ്മൾ കാട്ടുപാമ്പിനെ മെഴുകി കൊണ്ടുവന്ന മൂർഖനെയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാരറ്റെന്നൊക്കെ വല്ല വാമനടുത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് തനി കാട്ടുപാമ്പാണ്. ഇത് ചേട്ടൻ പറഞ്ഞ പോലെയൊക്കെ അത് ശംഖുവരനൊന്നുമല്ല, കാട്ടുപാമ്പ് തന്നെയാണ്, ട്രിങ്കറ്റ് തന്നെയാണ്. അപ്പോൾ ഇനിയെങ്കിലും ഇതിനൊക്കെയുള്ള സാധനങ്ങളെ കണ്ട ഒരു കാരണവശാലും ഉപദ്രവിക്കാൻ അങ്ങ് പോട്ടെ എന്ന് പറയും. നമ്മൾ മാറിക്കൊടുത്താൽ അതങ്ങ് പൊക്കോളും. നമ്മൾ അതിൻ്റെ മുന്നിൽ നിന്നുള്ള ആൾക്കാരൊക്കെ വിളിച്ചുകൂട്ടി ഫോണൊക്കെ എടുത്ത് വീഡിയോ എടുക്കാൻ നിൽക്കുന്നതുകൊണ്ടാണ് മറ്റുള്ളവർ അറിയുന്നത്. നമ്മൾ കണ്ടിട്ട് മാറിക്കൊടുത്താൽ അതങ്ങ് പോകും. അവരുടെ ദൗത്യമാണ്. അറിയാലോ, നമുക്ക് പാമ്പ് വർഗ്ഗങ്ങൾ ഭൂമിയിലില്ലാതെ വന്നാൽ നമുക്ക് RCC പോലുള്ള അല്ലെങ്കിൽ നമ്മുടെ മെഡിക്കൽ കോളേജ് പോലുള്ള ഹോസ്പിറ്റലുകളുടെ പ്രവർത്തനം തന്നെ നമുക്ക് നിലപ്പിക്കേണ്ടി വരും. കാരണം വെച്ചാൽ ക്യാൻസറിൻ്റെ വേദന സംഹാരിയായിട്ടും ഹാർട്ട് അറ്റാക്ക് വന്ന് ഹാർട്ടിനകത്ത് രക്തം കട്ടപ്പിടിച്ച് ലഭിക്കുന്ന മരുന്നായിട്ടും പാമ്പ് കടിയേറ്റാൽ കൊടുക്കുന്ന മറുമരുന്നായിട്ടും വാഹന അപകടങ്ങളിൽ നമ്മുടെ തലച്ചോറിനകത്ത് രക്തം കട്ടപ്പിടിച്ചാൽ മറ്റ് മരുന്നുകളായിട്ടൊക്കെ ഒരുപാട് സാധനങ്ങൾ പാമ്പിൻ്റെ വനത്തിൽ നിന്ന് മാത്രമേ നമ്മൾ കണ്ടെത്തില്ല. അപ്പോൾ ഇവരൊക്കെ നമുക്ക് ഭൂമിയിൽ അനിവാര്യമാണ്. അപ്പോൾ നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല. നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയും 2 പെൺകുട്ടികളും ഒക്കെ താമസിക്കുന്ന വീടാണ്. അപ്പോൾ അവിടെ അവർ പെട്ടെന്ന് അങ്ങ് പുറത്തോട്ട് പോയി, എല്ലാവരും പുറത്തോട്ട് പോയി. അപ്പോൾ നമ്മൾ ആ പാവപ്പെട്ട നമ്മുടെ ഉമ്മയും പെൺമക്കളും താമസിക്കുന്ന വീട്ടിൽ ഓടിൻ്റെ മണ്ടയിൽ 2-3 ദിവസമായി സ്റ്റേ ചെയ്തിരുന്ന, ഫുഡ് കഴിച്ചതിന് ശേഷം സ്റ്റേ ചെയ്തിരുന്ന അല്ലെങ്കിൽ അവിടെ പാർത്തിരുന്ന കാട്ടുപാമ്പ്, വയറ്റിൽ എലിയെ ഭക്ഷിച്ചിരിക്കുന്ന കാട്ടുപാമ്പ് എന്നറിയപ്പെടുന്ന, ട്രിങ്കറ്റ് എന്നറിയപ്പെടുന്ന സാധുവായ ചേരയുടെ ഫാമിലിയിൽപ്പെട്ട അതിഥിയെ നമ്മൾ സേവ് ചെയ്ത വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ സംഭവങ്ങളുമായി, പുതിയ വിശേഷങ്ങളുമായി, പുതിയ അതിഥികളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ സ്നേക് മാസ് പ്രേക്ഷകർക്കും ഞങ്ങളുടെ 2 പേരുടെ നന്ദി. നമസ്തേ.